വെട്ടിപ്പിന്റെ തട്ടിപ്പിന്റെ പുതിയ തെളിവുകൾ. വീണയാണ് വിവരങ്ങൾ നൽകിയത്. മെസ്സിയുടെ പേരിലെ സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കാൻ ഇ ഡി എത്തും. കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയുടെ നീക്കം. ഫെമ നിയമപ്രകാരമായിരിക്കും കേസെടുത്ത് അന്വേഷണം നടത്തുക. വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഇ ഡി എത്തുമ്പോൾ കുരുക്ക് കൂടുതൽ മുറുകുകയാണ്. പ്രതികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലുള്ള അങ്കലാപ്പാണ് സ്വാഭാവികമായും സൃഷ്ടിക്കുകയും ചെയ്യുക, അല്ലേ? കെ പി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വരുന്നതോടുകൂടി തന്നെ അത് ശക്തമായ എല്ലാ മേഖലകളെയും സ്പർശിച്ചുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കും. ഈ വലിയ ക്രമക്കേടിൽ 126 കോടി രൂപയുടെ ക്രമക്കേടിൽ എല്ലാ മേഖലകളെയും സ്പർശിച്ചുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കും. ഇപ്പോൾ അർജന്റീന ടീമിനെ സൗഹൃദ മത്സരത്തിനായി കൊച്ചിയിലെത്തിക്കുമെന്നും ലയണൽ മെസ്സി തന്നെ കളിക്കുമെന്നുമുള്ള പ്രചാരണത്തിലൂടെയാണ് വൻ സാമ്പത്തിക ക്രമക്കേട് നടന്നതായി കായിക മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മെസ്സിയെയും ടീമിനെയും എത്തിക്കാൻ 126 കോടി രൂപ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് നൽകിയെന്നായിരുന്നു സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവകാശപ്പെട്ടിരുന്നത്. ഇത്തരത്തിൽ വിദേശത്തേക്ക് പണം കൈമാറിയതിലാണ് ഇ ഡിയുടെ അന്വേഷണം നടക്കുന്നത്. കാരണം സാധാരണ നിലയിൽ ഇത് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി അനുമതികളോടുകൂടി വേണം. ഇവിടെ കേന്ദ്ര അനുമതികളൊന്നും തന്നെ ഇക്കാര്യത്തിൽ തേടിയിട്ടില്ല. RBIയുടെ അനുമതി ലഭിച്ചു എന്നെല്ലാമുള്ള ചില അവകാശവാദങ്ങൾ മാത്രമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദേശ നാണ്യവിനിമയ ചട്ട ലംഘന പ്രകാരം തന്നെ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നോട്ട് പോകാൻ കഴിയും. സാധാരണ നിലയിൽ PMLA കേസുകളിൽ പോലീസിന്റെയോ ക്രൈംബ്രാഞ്ചിന്റെയോ വിജിലൻസിന്റെയോ FIRന്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുക്കുന്നത് എങ്കിൽ ഇവിടെ ഫെമ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാൻ മറ്റ് FIRകളുടെ ആവശ്യം ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സ്വമേധയാ ഇ ഡിക്ക് കേസെടുക്കാൻ കഴിയും. ഒപ്പം തന്നെ ഇത്തരത്തിൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ, സർക്കാർ തലത്തിലുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഫെമ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ വിദേശ വിനിമയങ്ങളിൽ വലിയ ക്രമക്കേടുകൾ നടന്നു എന്ന് കണ്ടെത്തിയാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് തന്നെയായിരിക്കും കടക്കുക. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് MD ആയ ആൻഡോ അഗസ്റ്റിനും അന്വേഷണ പരിധിയിലുണ്ട്. ആൻഡോ അഗസ്റ്റിനെ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഇ ഡി അന്വേഷണം ഏറ്റെടുത്താൽ മുന്നോട്ട് പോവുക. നിലവിൽ ഈ റിപ്പോർട്ട് കൂടി പരിശോധിച്ചതിന് ശേഷം, കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ട് കൂടി പരിശോധിച്ചതിന് ശേഷം ഇ ഡി ECIR രജിസ്റ്റർ ചെയ്യും. അതിനുശേഷം അന്വേഷണത്തിൽ മുന്നോട്ട് പോകും. ഇപ്പോൾ പ്രാഥമികമായ വിവരശേഖരണമാണ് നടക്കുന്നത്. പ്രാഥമികമായ വിവരശേഖരണത്തിൽ തന്നെ സാമ്പത്തിക ഇടപാടുകളിൽ വലിയ ദുരൂഹതകളുണ്ട്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് പണം നൽകിയതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇല്ലാത്തതും ഒപ്പം തന്നെ ഈ പണം എങ്ങോട്ടെല്ലാമാണ് മാറ്റിയത് എന്നത് സംബന്ധിച്ചെല്ലാമുള്ള ദുരൂഹതകൾ നീക്കുന്ന ഒരു അന്വേഷണം തന്നെയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുക. ശരി.